വണ്ടി നിർത്തണോ? ചെല്ലപ്പ അവന്റെ ആ സൂക്കേടൊന്ന് മാറ്റി കൊടുത്തിട്ട് വാ. എടാ കിഴവ, നീ നിന്റെ ഈ തുപ്പൽ അവസാനിപ്പിക്കില്ല അല്ലേ? ഇല്ലടാ ഇല്ല, എന്റെ മരണം വരെ ഞാൻ തുപ്പും. ചിലപ്പോ നല്ലല്ലേ? എടാ, നീ ഇത് തുടർന്നാൽ അതോടെ നിന്റെ കഥ അവസാനിപ്പിക്കും. ചെല്ലപ്പന്റെ പണിയാണിത്. അച്ഛാ അച്ഛാ അച്ഛാ, ആ ചെല്ലപ്പൻ എവിടെയുണ്ടോ? അവൻ എവിടെ ഉണ്ടല്ലോ. എന്താണ് സമാചാരം? ഒന്നുമില്ല. എന്നാ പയ്യൻ ശരം പോലെ പോണത്? പയ്യൻ മൂടി ശരിയല്ലേ? താനെന്തിനാണോ ആ പാവം കിഴനെ തല്ലിയത്? ഇവിടുത്തെ മുതലാളി പറഞ്ഞിട്ട്. മുതലാളി പറഞ്ഞ തല്ലും അല്ലേ? വേണ്ടി വന്ന മുതലാളി പറയാതെയും തല്ലും. കാണണോ? என்னது கலாட்டா? நான் சொல்றது கலங்கோ விடுங்கோ. என்னது விளையாடுறதா? அடிக்காதீங்க அடிக்காதீங்க. நான் நல்ல நினைச்சு சொன்னேன், என் பல்லு போச்சு. அடிக்கடி இடி இடி. മേടുമെടുക്കൻ സമ്മതിച്ചിരിക്കുന്നു. ആള് ശക്തൻ തന്നെ.
ഇപ്പോഴിനി തുറന്നില്ല. ഇനിയും തല്ലിയാൽ അവൻ ചത്തുപോകും. പ്രഭാകര, ഇനി ഇവിടെ ജോലി ചെയ്യണമെന്നില്ല. ഉടനെ പോയിക്കുള്ളൂ. ഞാൻ കാരണം ഇതൊന്നും സഹിക്കാനിടയാവരുതേ. അദ്ദേഹത്തെ നേരിടാൻ എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല കൊച്ചമ്മേ, കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ചിലപ്പോൾ ഇതിലപ്പുറവും നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല കൊച്ചമ്മേ, കൊച്ചമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. കുഞ്ഞിനോട് ഞാനൊരു കാര്യം പറയട്ടെ. സ്വന്തം അമ്മയോട് കാണിക്കാത്ത സാധാപം കുഞ്ഞ് ഞങ്ങളോട് കാണിക്കണ്ട. ഇതിനാണ് കുഞ്ഞോട് വന്നിട്ടുള്ളതെങ്കിൽ കുഞ്ഞ് പോയാട്ടെ. അച്ഛാ, ഈ മകളെ ഓർത്തിട്ടാണ് ആ അമ്മ നീറിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ മകൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു മകൾക്കും ഇതുപോലുള്ള ഒരു അമ്മയെ മനസ്സിലാകില്ല. എന്തുകൊണ്ട്? 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയെ ഒരു മകൾക്ക് മനസ്സിലായില്ലേ, പിന്നെ ആർക്കാണ് മനസ്സിലാവുക? എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പോകുന്നു. ബേബി, 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 ആർക്കും അറിയാത്തൊരു ദുഃഖം ബേബിക്കുണ്ടെങ്കിൽ എന്നോടെങ്കിലും അത് തുറന്നു പറയൂ. ആ ദുഃഖം പങ്കിടാൻ എന്നോട് ആരും ആവശ്യപ്പെടരുത്. മറുനാട്ടിലെ ജോലി ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതെന്തിനാണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ കാർ ഡ്രൈവറുടെ വേഷം കെട്ടിയത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനി ആർക്കും കഴിയില്ല. കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ ബേബി, ബേബിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ ബേബിയുടെ കൂടെ ഉണ്ടാവും. എന്തായാലും എന്നോട് പറയൂ. പറയൂ. പറയാം, എല്ലാം ഞാൻ പറയാം. അങ്ങനെ എന്റെ അച്ഛനെ അമ്മ കൊല്ലുകയായിരുന്നു. പറയൂ, ഞാൻ എന്റെ അമ്മയെ എങ്ങനെ സ്നേഹിക്കും? മനസ്സറിഞ്ഞ് എങ്ങനെ അമ്മയെന്ന് വിളിക്കും? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കുന്നു. പക്ഷെ എന്ത് ദുഃഖത്തിന്റെ പേരിലായാലും നിന്റെ ഈ ജീവിതം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ജീവിതം എനിക്കൊരു മുഖം മൂടിയാണ്. എന്റെ ദുഃഖം മറയ്ക്കാനുള്ള മുഖം മൂടി. ഞാൻ പറയുന്നു, ആ മുഖം മൂടി നീ ഇവിടെ വെച്ച് വലിച്ചെറിയണം. ഇല്ല, എനിക്കതിന് കഴിയില്ല. എങ്ങനെയോ സംഭവിച്ചു പോയൊരു തെറ്റിന്റെ പേരിൽ വർഷങ്ങളായി തീ തിന്നു കഴിയുകയാണ് നിന്റെ അമ്മ. നീ വെറുക്കുന്ന അമ്മ എന്നെ മരിച്ചു പോയിരിക്കുന്നു. ബേബി, നിന്റെ ഈ പ്രതികാരം ആ അമ്മയുടെ ശവത്തോടാണ്. കഴിയുമെങ്കിൽ അത്രയെങ്കിലും മനസ്സിലാക്കുന്നു.
അതെ, ആരെയാ വേണ്ടത്? ഐ വാണ്ട് ബേബി. ബേബിയോ? നിങ്ങളാരാ? ഞാൻ രമേശ്. രമേശോ? വിളിക്കാം. ബേബി നിനക്ക. അതെ, എന്ത് വേണം? ഇല്ല രമേശ്, എനിക്ക് നല്ല സുഖമില്ല. ഞാൻ വരില്ല. ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഞാൻ ക്ലബ്ബിൽ വരില്ല. സോറി, ഇനി എന്നെ നിങ്ങളുടെ കൂടെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വെരി സോറി. ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ്. ഉടനെ തിരിച്ചു വരാം. പരിസിദ്ധയ്യ, ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കും കൊച്ചമ്മേ. ഇതാ എന്നെ സഹായിക്കാൻ ദൈവം അയച്ചു തന്നതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഇവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കൊച്ചമ്മയ്ക്ക് ഇവരെ അറിയില്ല അല്ലേ? സിദ്ധയ്യന് ഇവനറിയാമോ? ഞാനാണ് കൊച്ചമ്മ ഇവനെ അങ്ങോട്ട് അയച്ചത്. എന്ത്? ഇവൻ എന്റെ മകനാണ്. അതെ കൊച്ചമ്മ, ബേബി കുഞ്ഞിനോടൊപ്പം ആ വീട്ടിൽ കളിച്ചു വളർന്ന എന്റെ മകൻ. വിവരം അറിഞ്ഞാൽ അവിടെ വല്ല കുഴപ്പവും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ കൊച്ചമ്മയെ പോലും അറിയിക്കാതിരുന്നു. അന്ന് ഇതേ അമ്പലത്തിൽ വെച്ച് കൊച്ചമ്മ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു. ഞങ്ങൾ അവിടുത്തെ ഉപ്പ് തിന്ന് വളർന്നവരാണ് കൊച്ചമ്മ. കൊച്ചമ്മ സമാധാനമായിട്ട് പോണം. വരൂ കൊച്ചമ്മ. എന്നെയാണോ? അതെ, നിന്നെ തന്നെ. എന്ത് വേണം? ഈയിടെ നിന്റെ പോക്ക് എനിക്കത് രസിക്കുന്നില്ല, പറഞ്ഞേക്കാം. ആർക്കും രസിക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോകുന്നില്ല. ഓഹോ, എന്നാൽ നിന്നെ നിലയ്ക്ക് നിർത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധമുണ്ടാകാൻ കാരണം? നീ എല്ലാം മറക്കുന്നു, അതുകൊണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. മറക്കുന്നു നീ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് മാത്രമല്ല, നിങ്ങൾ ആരാണെന്നും ആരായിരുന്നുവെന്നും എനിക്കറിയാം. ബേബി, എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. ആ പ്രഭാകരൻ ഇനി ഇവിടെ ഡ്രൈവർ ജോലിക്ക് വരാൻ പാടില്ല. അമ്മയും മകളും കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ബേബി, ആപത്ത് വിലയ്ക്ക് വാങ്ങണ്ട.
അവനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേക്ക്.